CMRL മാസപ്പടി കേസിൽ സംസ്ഥാന വ്യാപകമായി റെയ്ഡുകളും തെരുവ് യുദ്ധവും തുടരുന്നതിനിടയ്ക്ക് കരിമണൽ കമ്പനിയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ പൂർണ്ണമായും അടച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതീവ നിർണായകമായ ഒരു നീക്കം നടത്തിയിരിക്കുകയാണ്. കേസുമായി ബന്ധപ്പെട്ട് വിവിധ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടേതുമായി 242 ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നായി 18.36 കോടി രൂപ ED മരവിപ്പിച്ചു. ടി വീണയ്ക്ക് പുറമെ CMRL നിന്ന് പണം കൈപ്പറ്റിയ പ്രമുഖരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നതിനിടയിലാണ് EDയുടെ ഈ വലിയ സ്ട്രൈക്ക്. CMRL മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ കേന്ദ്രീകരിച്ചു തുടങ്ങിയ അന്വേഷണം ഇപ്പോൾ കേരളത്തിലെ മറ്റു പ്രമുഖ രാഷ്ട്രീയ വ്യാവസായിക പ്രമുഖരിലേക്കും അതിവേഗം വ്യാപിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ഞെട്ടിച്ചുകൊണ്ട് കനത്ത സാമ്പത്തിക പൂട്ട് വീഴ്ത്തിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേരളത്തിലെ അടുത്ത കാലത്തുണ്ടായ കേന്ദ്ര ഏജൻസികളുടെ നീക്കങ്ങളിൽ ഏറ്റവും വലിയ സാമ്പത്തിക സ്ട്രൈക്കാണിത്. സംസ്ഥാന വ്യാപകമായി നടത്തിയ മിന്നൽ പരിശോധനകളുടെയും രേഖകൾ ഒത്തുനോക്കലിന്റെയും അടിസ്ഥാനത്തിൽ കേസിൽ ഉൾപ്പെട്ട വിവിധ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടേതുമായി ആകെ 242 ബാങ്ക് അക്കൗണ്ടുകളാണ് ED ഒരേ സമയം പൂർണ്ണമായും മരവിപ്പിച്ചത്. പൂട്ടിക്കെട്ടിയ അക്കൗണ്ടുകളുടെ തുകയുടെ വ്യാപ്തി ഈ അഴിമതി കേസിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ്. മരവിപ്പിച്ച 242 ബാങ്ക് അക്കൗണ്ടുകളിലായതായി ഏകദേശം 18.36 കോടി രൂപയാണ് ED കൺട്രോളിലാക്കിയിരിക്കുന്നത്. ഈ തുകകൾ ഇനി EDയുടെ പ്രത്യേക അനുമതി ഇല്ലാതെ പിൻവലിക്കാനോ കൈമാറ്റം ചെയ്യാനോ സാധിക്കില്ല. ഈ അക്കൗണ്ടുകൾ മുഖ്യമന്ത്രിയുടെ മകളുടേത് മാത്രമല്ലെന്ന് ED ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുണ്ട്. CMRL കമ്പനിയിൽ നിന്ന് യാതൊരു സേവനങ്ങൾ നൽകാതെയും അല്ലാതെയും പണം കൈപ്പറ്റിയ മറ്റു പ്രമുഖ വ്യക്തികൾ, രാഷ്ട്രീയ നേതാക്കൾ, ഉന്നത സ്ഥാപനങ്ങൾ എന്നിവരുടേതാണ് ഈ അക്കൗണ്ടുകൾ. ടി വീണയുടെ മാത്രമല്ല മറ്റു പലരുടെയും അക്കൗണ്ടുകൾ ഇതിലുണ്ടെന്ന EDയുടെ നിരീക്ഷണം പുറത്തു വന്നതോടെ കരിമണൽ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയ മറ്റു വമ്പന്മാരും ഇപ്പോൾ കടുത്ത അറസ്റ്റ് ഭീതിയിലാണ്. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിന് പിന്നാലെ ഈ അക്കൗണ്ട് ഉടമകൾക്ക് ED ഉടൻ തന്നെ നോട്ടീസ് അയക്കും. വൻ തുകകളുടെ ഉറവിടം വ്യക്തമാക്കാനും CMRLുമായി നടത്തിയ ഇടപാടുകളുടെ രേഖകൾ ഹാജരാക്കാനും അവരോട് ആവശ്യപ്പെടും. സാമ്പത്തിക സ്രോതസ്സുകൾ പൂർണ്ണമായി പൂട്ടി ED നടത്തിയ ഈ മിന്നൽ നീക്കം മാസപ്പടി കേസിലെ ഏറ്റവും വലിയ വഴിത്തിരിവായാണ് വിലയിരുത്തപ്പെടുന്നത്. തലസ്ഥാനത്ത് ED റെയ്ഡും അതിനെ തുടർന്നുണ്ടായ തെരുവ് യുദ്ധവും കനത്ത ക്രമസമാധാന പ്രശ്നമായി മാറിയിട്ടും കേരളത്തിൽ തിരിച്ചെത്തിയ മുഖ്യമന്ത്രി VD സതീശൻ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടിപ്പോൾ വലിയ ചർച്ചകൾക്കും കടുത്ത ആരോപണങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഇത്രയും വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റ് വീശുമ്പോഴും ഭരണത്തലവന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ പ്രതികരണവുമില്ല. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതികളിൽ ED നടത്തിയ റെയ്ഡിനെ കുറിച്ചും അതിനുശേഷം ഉണ്ടായ സംഘർഷങ്ങളെക്കുറിച്ചും കേരളത്തിൽ എത്തിയിട്ടും മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യങ്ങൾക്ക് മുൻപിൽ മുഖ്യമന്ത്രി VD സതീശൻ പൂർണ്ണമായും മൗനം തുടരുകയാണ്. നേരത്തെ ദില്ലിയിൽ വെച്ച് ഇതേ വിഷയം ഉയർന്നപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം പൂർണ്ണമായും ഒഴിഞ്ഞു മാറുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഈ തുടർച്ചയായ ഒഴിഞ്ഞുമാറലും നിശബ്ദതയും പ്രതിപക്ഷത്തിന് വലിയൊരു രാഷ്ട്രീയ ആയുധമായി മാറിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതികളിലെ ഈ റെയ്ഡ് തികച്ചും ആസൂത്രിതമാണെന്ന് ഭരണപക്ഷം ആരോപിക്കുന്നു. VD സതീശൻ ദില്ലിയിൽ പോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ട് പിന്നാലെയാണ് ഈ റെയ്ഡുകൾ നടന്നത് എന്നത് ഇതിന് തെളിവായി അവർ ചൂണ്ടിക്കാണിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഈ മൗനം VD, ED, മോദി തമ്മിലുള്ള കടുത്ത അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ പരസ്യമായ തെളിവാണെന്ന് പ്രതിപക്ഷം നിരന്തരം ആരോപിക്കുന്നു. ഈ കേസിന്റെ നീളൽ കേവലം പ്രതിപക്ഷ നേതാവിലേക്ക് മാത്രമല്ല നീളുന്നതെന്ന ചർച്ചകളും സജീവമാണ്. ഇതേ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് നിലവിലത്തെ മന്ത്രിസഭയിൽ 2 പ്രമുഖ അംഗങ്ങൾക്കെതിരെയും കടുത്ത ആരോപണങ്ങൾ നിലവിലുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസും അടക്കമുള്ള നേതാക്കൾ തുറന്നടിച്ചിട്ടുണ്ട്. വിവാദങ്ങൾ കത്തുമ്പോഴും തന്നെ നിശ്ചയിച്ച ഔദ്യോഗിക പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം. ഇന്ന് സ്വന്തം നാട്ടിലെ വീട്ടിൽ തുടരുന്ന മുഖ്യമന്ത്രി രാവിലെ മലപ്പുറത്തേക്ക് തിരിക്കുകയും പാണക്കാടെത്തി സാദിഖ് തങ്ങൾ അലിയെ സന്ദർശിക്കുകയും ചെയ്യും. തുടർന്ന് കോഴിക്കോട്ടത്തെ MP വീരേന്ദ്രകുമാർ അനുസ്മരണ ചടങ്ങിലും പങ്കെടുത്ത ശേഷമാകും അദ്ദേഹം തലസ്ഥാനത്തേക്ക് മടങ്ങുക. ഒരു സേവനവും നൽകാതെ വീണ 2.78 കോടി രൂപ കൈപ്പറ്റിയെന്ന SFIO കണ്ടെത്തലിന് പിന്നാലെ 242 അക്കൗണ്ടുകൾ പൂട്ടി ED നടത്തിയ ഈ നീക്കം കരിമണൽ ഇടപാടിലെ വമ്പന്മാരുടെ ഉറക്കം കെടുത്തുന്നതാണ്. രാഷ്ട്രീയ പോര് തെരുവിലും നിയമസഭയിലേക്കും കത്തുമ്പോൾ മരവിപ്പിച്ച അക്കൗണ്ടുകളുടെ വിവരങ്ങൾ പുറത്തു വന്നതോടെ കൂടുതൽ പ്രമുഖരിലേക്ക് അന്വേഷണവും അറസ്റ്റ് നടപടികളും നീങ്ങുമോ എന്നാണ് ഇനി കേരളം ഉറ്റുനോക്കുന്നത്.